അടിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ നിങ്ങളിൽ സാക്ഷികളാകും. കരങ്ങൾ ഉയർത്തി. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. ഹല്ലേലൂയ. ഭൂമിയിൽ എല്ലായിടത്തും നിങ്ങളിൽ സാക്ഷികളാകും. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മൾ ആരാണ്? അപ്പോൾ ദൈവത്തിൻ്റെ സാക്ഷികൾ. ഉടമ്പടി നമ്മൾ എന്താക്കും? ദൈവത്തിൻ്റെ സാക്ഷികളാക്കും. ഉടമ്പടി നമ്മളെ ദൈവത്തിൻ്റെ വചനങ്ങൾ പാലിക്കുന്നവരാക്കും, ദൈവത്തിൻ്റെ സാക്ഷികളാക്കും. അതാണ് വചനം നമ്മളൊന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു ചേച്ചി ഇവിടെ സാക്ഷ്യം പറഞ്ഞില്ലേ, ഹിന്ദു പത്തനാപുരം. എന്നാ സാക്ഷ്യം പറഞ്ഞത്? അവരൊരു ചിറകുള്ള എന്താ കാണിച്ചത്? മാതാവിനെ കാണിച്ചില്ലേ? അത് സാക്ഷ്യം കേട്ടപ്പോഴേ ഞാൻ ശരിക്കും ഒന്ന് ഞെട്ടി. എന്താ കാര്യം എന്നറിയാമോ? ഞാൻ ഈ വലിയ കലവൂർ പള്ളി ഇരിക്കുമ്പോൾ ഞാൻ എൻ്റെ സഹപ്രവർത്തകയെ വെളുപ്പിനെ വിളിച്ചു. ഞാൻ പറഞ്ഞെടി, ഇങ്ങനെ ഒരു സ്വപ്നം കണ്ട്, നിനക്കറിയാവോ എന്താണെന്ന്? എന്താ? നമ്മുടെ മാതാവ്, കൃപാസനം മാതാവ് ചിറക് വിരിച്ചു വന്ന് അൽത്താറെ, വലിയ കലവൂർ പള്ളിയുടെ അൽത്താറയിൽ നിൽക്കണമെന്ന്. 2 കൊല്ലം മുമ്പ് കണ്ട സ്വപ്നമാണ്. കൃപാസനം മാതാവ് ചിറക് വിരിച്ച് വന്ന് വലിയ കലവ് പള്ളിയുടെ ആൾത്താറെ വന്ന് നിൽക്കുന്നത്. അപ്പോൾ പിന്നീട് അച്ഛൻ്റെ ആത്മകഥ എഴുതിയപ്പോഴേ അവരാണത് നോട്ട് കറക്റ്റ് ചെയ്യണത്. അവരതിൻ്റെ അകത്തൊരു വചനം ചേർത്ത്. ഏതാണെന്നറിയാവോ? അതായത് വെളിപാട് 12:14 സർപ്പത്തിൻ്റെ വായിൽ നിന്ന് രക്ഷപ്പെട്ടു തൻ്റെ സങ്കേതമായ മരുഭൂമിയിലേക്ക് പറന്നു പോകാൻ വേണ്ടി ആ സ്ത്രീക്ക് വൻ കഴുകന്മാരുടെ 2 ചിറകുകൾ നൽകപ്പെട്ടു. സ്തുതിയുടെ ഹല്ലേലൂയ. ദൈവമേ, അത്ഭുതകരമായ വെളിപ്പെടുത്തലുകൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. അതാണ് നമ്മളെ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയിൽ പറയണത്. അമ്മയുടെ പ്രത്യക്ഷീകരണത്തെ പറ്റി സഭ വസ്തുനിഷ്ഠമായി പഠിക്കണം. കാര്യം നമ്മൾ പറയുന്ന വിഷയത്തിലൊന്നും ചെന്നത് അവസാനിക്കത്തില്ല. കാര്യം എന്താ? അടുത്ത വചനം എന്താ? പുറപ്പാട് 12:14 ശേഷമുള്ള വചനങ്ങൾ. സമയങ്ങളും സമയത്തിൻ്റെ പകുതിയും അവൾ അവിടെ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. അമ്മയോട് ബന്ധപ്പെട്ടതാണ് സമയം. അമ്മയോട് ബന്ധപ്പെട്ടതാണ് സമയം. സമയമുള്ളിടത്തോളം കാലം അമ്മ ഈ ഭൂമിയിലുണ്ടാകും. ദാറ്റ് മീൻസ് കാലത്തിൻ്റെ അവസാനം വരെ. കാലത്തിൻ്റെ അവസാനം വരെ സമയമുള്ളിടത്തോളം കാലം അമ്മ ഭൂമിയിൽ സംരക്ഷിക്കപ്പെടും. കൈ അടിച്ചു കിടന്നാണ്. സമയ സന്ദർഭങ്ങൾ അധികാരമുള്ള അമ്മേ, ഞങ്ങളുടെ ജീവിത വിഷയങ്ങളെ മുഴുവനും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹം വർഷിക്കണമേ. എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, കരങ്ങൾ നീട്ടി അമ്മേ, എൻ്റെ അമ്മേ, വിശ്വാസത്തോടെ എനിക്ക് ഈശോ തമ്പുരമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എൻ്റെ ഈശോയുടെ അമ്മേ, അമ്മേ, എൻ്റെ അമ്മേ, എനിക്ക് ഈശോ തമ്പുരമ്മേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അക്രൈസ്തവ സഹോദരങ്ങൾ പോലും എന്തുമാത്രം ഇതിനെക്കുറിച്ച് അവബോധമുണ്ടെന്നറിയാവോ? കഴിഞ്ഞ ദിവസം ഇന്നലെ 5 കോട്ടയം എന്നും പറഞ്ഞൊരു മോള് സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അക്രൈസ്തവ സഹോദരിയാണ്. അവളുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം അവർക്ക് ജർമ്മനി പോകണം. പക്ഷേ സർട്ടിഫിക്കറ്റുകളെല്ലാം ഈ ജർമ്മനി പോകുന്നതിൻ്റെ പ്രോസസ്സിങ്ങിൽ അവരുടെ സർട്ടിഫിക്കറ്റുകളെല്ലാം യൂണിവേഴ്സിറ്റിയിലും പല സ്ഥലങ്ങളിലുമൊക്കെ ഇരിക്കുക. അപ്പോൾ പെട്ടെന്ന് വിസ പ്രോസസ്സിങ്ങിന് ഡേറ്റ് ബാധ്യത ചെയ്തിരിക്കുകയാണ്. ആ സർട്ടിഫിക്കറ്റ് വരാൻ കാര്യം ചിലപ്പോൾ 6 മാസം എടുക്കും. പഞ്ചു പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഉടമ്പടി ചെയ്തിട്ട് വിശ്വസിച്ചു. എന്ത് വിശ്വസിച്ചു? എൻ്റെ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. എൻ്റെ അമ്മയ്ക്ക് ഞാൻ ഉടമ്പടി ചെയ്തപ്പോൾ എൻ്റെ അമ്മയ്ക്ക് സമയത്തിൻ്റെ മേൽ അധികാരമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ചു. അങ്ങനെ വിശ്വസിച്ച് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ 6 മാസം കൊണ്ട് കിട്ടേണ്ട സർട്ടിഫിക്കറ്റ് എനിക്ക് ഒരാഴ്ച കൊണ്ട് കിട്ടിയെന്ന്. സ്തുതിയുടെ ഹല്ലേലൂയ.
വിശ്വസിക്കുന്ന കർത്താവേ, എൻ്റെ അമ്മേ എനിക്ക് ഈശോ തന്നൊരമ്മേ. Praise the Lord. Praise the Lord. വീണ്ടും നമ്മൾ വെളിപ്പാട് 12:17 അപ്പോൾ സർപ്പം. ഈ സർപ്പം എന്ന് പറഞ്ഞാൽ ഏത് സർപ്പമാണെന്ന് ബൈബിൾ പറയുന്നുണ്ട്. ഏത് സർപ്പമാ? പുറപ്പാട് 12:9 ഒരു സർപ്പമുണ്ട്. ഏതാണത്? പുരാതനമായ സർപ്പം. ആ വലിയ സർപ്പം സർവ്വലോകത്തെയും വഞ്ചിക്കുന്ന, സാത്താനെന്നും പിശാചെന്നും വിളിക്കുന്ന ആ പുരാതന സർപ്പം. ഈ സർപ്പവുമായിട്ടാണ് ദൈവം യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. അറിയാമല്ലോ, ഉൽപ്പത്തി 3:15 നിനക്ക് സ്ത്രീക്കും തമ്മിലും നിൻ്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കുമെന്ന്. നിൻ്റെ കുതികാലിന് അവൻ പരിക്കേൽപ്പിക്കും. ആരാണത്? അപ്പം ഈശോയുമായിട്ടും സർപ്പം ശത്രുതയാണ്, അമ്മയുമായിട്ടും ശത്രുതയാണ്. അപ്പം സർപ്പത്തെ ഒതുക്കാൻ വേണ്ടി ദൈവം 2 പേരെ സൃഷ്ടിച്ചു. ഒന്ന് വചനം മാംസമായി. ഈശോ സൃഷ്ടിക്കപ്പെട്ടതല്ല, വചനം മാംസമായി മനുഷ്യാവതാരത്തിലൂടെയാണ്. പുത്രൻ തമ്പുരാൻ ലോകത്തിന് പാപത്തിന് പരിഹാരം ചെയ്യാൻ ആത്യന്തികമായിട്ട് നമുക്കറിയാമല്ലോ, ഇതൊരു പോരാട്ടമാണ്. നമ്മൾ ഉടമ്പടിയിൽ നമ്മൾ ചെയ്യണത് എന്താണ്? 3 പാപങ്ങളെ വെച്ച് 4 പ്രാവശ്യം 4 തവണയായിട്ട് 12 പാപങ്ങളെയാണ് നമ്മൾ ഉപേക്ഷിക്കണത്, ഇല്ലേ? അപ്പോൾ ഒരു പാപങ്ങൾ ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കണം, നമ്മൾ സർപ്പത്തോട് അമ്മയോട് ചേർന്ന് ഒരു പോരാട്ടത്തിലാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയണത്, പാപത്തിനെതിരെയുള്ള പോരാട്ടം എത്തച്ചൊരിച്ചിൽ വരെ എത്തിയില്ലല്ലോ എന്ന് പറയണില്ലേ? അതൊരു പോരാട്ടമാണ്. ഇപ്പോൾ പ്രഭാകരൻ്റെ സാക്ഷ്യം നമ്മൾ കേട്ടു. 40 വർഷമായിട്ട് നടത്തിയിരുന്ന പോരാട്ടത്തിൽ ആ മനുഷ്യൻ ജയിച്ചു, അമ്മയോടൊപ്പം യുദ്ധം ചെയ്ത്, അല്ലേ? ലഹരി പദാർത്ഥം ഉപയോഗിക്കുക എന്നുള്ള വലിയ ദുശ്ശീലത്തിൻ്റെ പാപത്തിൻ്റെ പോരാട്ടത്തിൽ നിന്ന് പ്രഭാകരൻ ജയിച്ചിട്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ്. ആ പ്രഭാകരൻ്റെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമ്മൾക്ക് എന്ത് തോന്നും? കർത്താവേ, ഞങ്ങളും പോരാട്ടമാണ്. അമ്മേ, ഈ പോരാട്ടത്തിൽ പ്രഭാകരനെ പോലെ ജയിക്കാൻ ഞങ്ങളെയും സഹായിക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, തീരാരോഗത്തുള്ള പോരാട്ടങ്ങൾ, മദ്യപാന ലഹരി വസ്തുക്കളുടെ പോരാട്ടങ്ങൾ, വിട്ടുമാറാത്ത തഴക്ക ശീലങ്ങളോടുള്ള പോരാട്ടങ്ങൾ, അതിനോടുള്ള പ്രാർത്ഥനകൾ, മാതാപിതാക്കളുടെ കണ്ണുനീരുകൾ, കർത്താവെ ഉടമ്പടിയിൽ സമർപ്പിച്ച നിയോഗങ്ങൾ എല്ലാം കർത്താവിന് സമർപ്പിക്കുന്നു. കർത്താവേ, പുറപ്പാട് 14:14 അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യണമേ. ഹല്ലേലൂയ. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെന്റെ പേരു തെളിക്കാം. സൈന്യാധിപേ, സ്വർഗ സൈന്യാധിപേ, മണ്ണിലെന്റെ പേരു തെളിക്കാം. ഓരടുത്തും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിലൊന്നു തറയ്ക്കാം. ഓരടിക്കും ശത്രുവിനെ പേരെടുത്തു വിളിച്ച് ക്രൂശുമരച്ചോട്ടിലൊന്നു തറയ്ക്കാം. നമ്മൾ ജയിക്കും, ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കും. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ, അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ. പരിശുദ്ധപരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈ പോരാട്ടത്തിൽ അന്ത്യം വരെ നമ്മൾ പോരാടണമെന്നില്ല. ദൈവം നമ്മളെ ജയിപ്പിക്കും. നമ്മളൊന്ന് പോരാടാൻ തീരുമാനിച്ചാൽ മതി. നമ്മളൊന്ന് പോരാടാൻ തീരുമാനിച്ചാൽ മതി. ബാക്കി എന്താ? ബാക്കി ദൈവം നമ്മളെ സഹായിക്കും. ഇപ്പോൾ ഒരു സാക്ഷ്യം നമ്മൾ കേട്ടില്ലേ? കണ്ണൂർ ചേച്ചി, കണ്ണൂരുകാരത്തെ ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ? അവിടെ 2 മക്കൾ സെമിനാരിലാണെന്ന് പറഞ്ഞില്ലേ? ഒരു മകന് കന്നഡ അറിയാം, ഒരു മകന് കന്നഡയ്ക്ക് 4-5 മാർക്ക് കിട്ടുന്നുള്ളായിരുന്നു പറഞ്ഞു. അപ്പോൾ അവരെന്നാ ചെയ്തത്? അമ്മയോടൊത്താണ് ആ പരിമിതിയെ പോരാടുന്നത്. ഇപ്പോൾ എന്നാ അവർ പറയണത്? അവസാനം ആ സാക്ഷ്യം പറഞ്ഞ് എന്നെ അവസാനിപ്പിച്ചിരിക്കണത് 4-5 മാർക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഉടമ്പടി ചെയ്ത് അമ്മയോടൊത്ത് ആ വിഷയത്തെ അഭിമുഖീകരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ പരിമിതിക്കേട് നമ്മൾ പോരാടുമ്പോൾ കൂടെ ദൈവവും പോരാടുകയാണ്. അതാണ് നമ്മൾ ജയിക്കണത്. ഇപ്പോൾ കന്നഡയ്ക്ക് മാർക്ക് വന്നപ്പോൾ ക്ലാസ് മാർക്കായി. ഇപ്പോൾ എന്നാ പറ്റണത്? എന്ത് സംഭവിച്ചിരിക്കണത്? അവർ ചോദിക്കണ ഇതാണ്, കന്നഡയിൽ ജനിച്ച് വളർന്ന് കന്നഡ പഠിച്ച കുഞ്ഞുങ്ങളും തോറ്റിരിക്കുക, എന്നിട്ടും ഉടമ്പടി ചെയ്ത മകൻ കന്നഡയ്ക്ക് ജയിച്ചു. ആ സാക്ഷ്യം ഞാൻ കേട്ടപ്പോഴേ എൻ്റെ മനസ്സിൽ വന്നത്, സിംഹക്കുട്ടികളെ ഇര കിട്ടാതെ വലഞ്ഞേക്കാം.
എങ്കിലും ദൈവമായ കർത്താവെ അങ്ങനെ ആശ്രയിക്കുന്നവർക്ക് ഒന്നിനും കുറവുണ്ടാകത്തില്ല. 34-ാം സങ്കീർത്തനമാണ് 10-ാമത്തെ വാക്യം. സിംഹങ്ങൾക്ക് ആർക്കിര കിട്ടില്ലെങ്കിലും സിംഹങ്ങൾക്ക് ഇര കിട്ടും അല്ലേ? ആര് കന്നഡ തോറ്റാലും കന്നഡ ജനിച്ചു വളർന്ന ആൾക്കാർ തോക്കേണ്ട കാര്യമില്ല. അവർ തോറ്റിട്ടും കർത്താവിൽ ആശ്രയിക്കുന്നതും ജയിച്ചിരിക്കുന്ന കൈ അടിച്ച് കർത്താവ് ഞങ്ങളെങ്കിൽ ആശ്രയിക്കുന്ന കർത്താവേ സുഖക്കുട്ടികളെ കിട്ടാതെ അലഞ്ഞാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് കുറവുണ്ടാവുകയില്ല. കൈകൾ വീശി പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പൊ നമ്മുടെ ഭാഗത്തുനിന്ന് ആത്മാർത്ഥമായ ഒരു ശ്രമം ഉണ്ടായാൽ മതി. 1-2 സ്റ്റെപ്പ് എടുത്താൽ മതി. 3-4 സ്റ്റെപ്പ് ആരെടുക്കും? കർത്താവ് എടുക്കും. കാര്യം എന്താണ്? ഐ ഹാവ് ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ് എന്നല്ലേ കർത്താവിൻ്റെ വാഗ്ദാനം. ഓരോ വചനവും വാഗ്ദാനമല്ലേ? വാഗ്ദാനമല്ലേ നിറവേറാനുള്ളതല്ലേ? അതല്ലേ അമ്മയുടെ വിജയം. കർത്താവ് അളിച്ചിട്ട് വചനങ്ങൾ നിറവേറുമെന്ന് നാം വിശ്വസിച്ചു. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ വചനങ്ങളിൽ വിശ്വസിക്കാം. ചേർത്ത് പാടാം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഐസയ്യാ 41:10 എൻ്റെ വിജയകരമായ വലത് കരത്താൽ. ഒന്ന് പറഞ്ഞേ. എൻ്റെ വിജയകരമായ വലത് കരത്താൽ. ഐ അപ്ഹോൾഡ് യു ഇൻ മൈ വിക്ടോറിയസ് റൈറ്റ് ഹാൻഡ്. എൻ്റെ വിജയകരമായ വലത് കരത്താൽ. എൻ്റെ വിജയകരമായ വലത് കരത്താൽ ഞാൻ നിന്നെ ചേർത്ത് നിർത്തി. ഉടമ്പടി പാലിക്കുമ്പോൾ നമ്മൾ ദൈവത്തോട് ചേർത്ത് നിർത്തപ്പെടുകയാണെന്ന് ഓർക്കണം. ആരെയാണ് ദൈവം ചേർത്ത് നിർത്തണത്? ചിറകുള്ള മാതാവ്. അതിനനുസരിച്ച് സർപ്പങ്ങളുമായിട്ടുള്ള പോരാട്ടം ഇല്ലേ? ആ ചിറകുകൾ നൽകപ്പെടുന്നത് എന്താണ്? വിജയത്തിൻ്റെ ചിറകുകളാണ്. സർപ്പത്തിൻ്റെ പോരാട്ടത്തിൽ നിനക്ക് ദൈവം ചിറകുകൾ നൽകും. ആ ചിറക് നൽകണത് എന്താ? നിനക്ക് കന്നഡയ്ക്ക് പാസ് മാർക്ക് പോലും കിട്ടത്തില്ല എന്നുണ്ടെങ്കിൽ പറന്നു പോകാനുള്ള ചിറകുകൾ നൽകപ്പെടുന്നതാണ്. കൈ അടിച്ച് കർത്താവ്. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. ആമേൻ. നമ്മൾ ജയിക്കും, കൃപ ധരിക്കും, അമ്മയോട് കൂടെ ജോലിക്കും. കരങ്ങൾ ഉയർത്തി അടിച്ചുകൊണ്ട് മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുന്നു. മാറാരോഗങ്ങൾ മാറിപ്പോകുന്നേ അമ്മയോടൊപ്പം ആരാധിക്കുമ്പോ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നമ്മൾക്ക് കർത്താവ് നൽകുന്ന കരുതൽ എന്താണ്? ഉള്ളിൽ നീ കരുതണം. എന്ത് കരുതണം? ചിറകുകൾ നൽകപ്പെടുമെന്ന്. നിന്റെ പരാധീനതയ്ക്ക്, പോരായ്മയ്ക്ക്, നിന്റെ അവസ്ഥകൾക്കെല്ലാം, നിന്റെ പരിശ്രമങ്ങൾക്കപ്പുറത്ത് നിനക്ക് നേടാൻ കഴിയാത്ത സ്ഥലങ്ങളിലേക്ക്, നിന്റെ സുരക്ഷിത ജീവിത സ്ഥാനങ്ങളിലേക്ക് എത്തിപ്പെടാൻ വേണ്ടി യു വിൽ ഗെറ്റ് വിങ്സ്. നീ ചിറകുകൾ കർത്താവ് നിനക്ക് നൽകപ്പെടും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, വിശ്വാസത്തിന്റെ ചിറകുകൾ ഞങ്ങൾക്ക് നൽകണമേ. ദൈവസ്നേഹത്തിന്റെ ചിറകുകൾ ജീവിത പ്രശ്നങ്ങളെ പ്രതികരിക്കാൻ, പ്രതിസന്ധികൾ ഏറ്റെടുക്കാൻ, രോഗദുരിതങ്ങൾ സഹിക്കാൻ സ്നേഹത്തിന്റെ ചിറക് നൽകണമേ. അപ്പൊ പോരാട്ടം അവസാനം വരെ കേട്ടോ. ഉടമ്പടി എടുക്കുന്നത് തന്നെ ഒരു പോരാട്ടത്തിനുള്ള തയ്യാറെടുപ്പാണ്. കാര്യം ഈ സ്ത്രീയുടെ കൂടെ എപ്പോഴും അഭിമുഖീകരിക്കാൻ വേണ്ടി സർപ്പം എപ്പോഴും ഇവരെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പോരാടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയുടെ ഓരോ ഘട്ടങ്ങളിലും നമ്മളൊരു പോരാട്ടത്തിലാണ്. ഓരോ പോരാട്ടം ആത്മാർത്ഥമാകും തോറും ചിറകുകൾ നൽകപ്പെട്ടുകൊണ്ടേയിരിക്കും. അടഞ്ഞ കമ്പനി തിരിച്ച് വിളിച്ചില്ലേ? ഒരു ദുബായ് കമ്പനി പൂട്ടി അവരെ പുറത്താക്കിയപ്പോൾ വന്ന് ഉടമ്പടി ചെയ്തപ്പോൾ അന്ന് തന്നെ വേറെ കമ്പനിയിൽ ചിറകുകൾ നൽകപ്പെടുകയാണ്. നിനക്കിനി മൂവ്മെൻ്റ് ഇല്ലാത്ത സമയത്ത്, നിന്റെ കഴിവ് കൊണ്ട് ഇനി ജീവിക്കാൻ പറ്റാത്ത രീതി കടമായി പോയി ജോലി നഷ്ടപ്പെട്ടു പോയാൽ യു വിൽ ഗെറ്റ് വിങ്സ്. നിനക്ക് ചിറകുകൾ നൽകപ്പെടും. കൈയടിച്ച് കർത്താവ്. ജോലിയില്ലാതെ വിഷമിക്കുന്നവരെ നഷ്ടപ്പെടുത്തുന്ന കർത്താവേ, തന്റെ സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരെ സമർപ്പിക്കുന്നു. വിദേശ രാജ്യങ്ങളിൽ ഫ്രീസായി കൊണ്ടുവരെ സമർപ്പിക്കുന്നു. നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു കൊടുക്കാൻ ദൈവസ്നേഹത്തിന്റെ കരുത്തിന്റെ ചിറക് നൽകണമേ. ഹല്ലേലൂയ.
ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ചേർന്ന് പാടാം. ആ ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. പുറപ്പാട് 12:17. അപ്പോൾ സർപ്പം ഏറ്റു പറഞ്ഞേ, അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു. സ്ത്രീയുടെ നേരെ കോപിച്ചു. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. Praise the Lord. എന്തിനെ കുറിച്ചാണ് പറയണത്? ഉടമ്പടി എടുക്കുമ്പോൾ എന്നാ സംഭവിക്കണത്? ചിറകുകൾ നൽകപ്പെടും. പക്ഷെ എപ്പോഴും നമ്മൾ സംഭവിക്കണം എന്താന്ന് നോക്കിക്കേ. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു എന്ന് പറഞ്ഞ് ദൈവകൽപ്പനകൾ കാക്കുന്നവരും. നമ്മൾ ഈ ഉടമ്പടി നിബന്ധനകൾ പാലിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? ദൈവകൽപ്പനകളെ കാക്കുകയാണ്. ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിനെ സാക്ഷ്യം വഹിക്കുന്നവരുമായി. ഇല്ലേ? നമ്മൾ കാരുണ്യ പ്രവൃത്തി ചെയ്യുമ്പോഴും പ്രേക്ഷിത പ്രവൃത്തി ചെയ്യുമ്പോഴും വി ആർ വിറ്റ്നസിങ് ജീസസ്. നമ്മൾ യേശുവിനെ സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോൾ ഇത്രയും ഞാൻ സത്യം പറഞ്ഞ ഉടമ്പടി ആദ്യം തന്നപ്പോൾ ഇതിൻ്റെ പിന്നെ ആത്യന്തികമായ ദൈവിക സ്വർഗീയ രഹസ്യം ഇങ്ങനെ ദൈവം പൂത്തിവെച്ചിട്ടുണ്ടെന്ന് നമുക്കറിയത്തില്ലായിരുന്നു. ഇത് ശാശ്വതവും അതേസമയം തന്നെ സമർത്ഥവും സമ്പൂർണ്ണമായ ഒരു സാക്ഷ്യപ്രാർത്ഥനയാണ്. അതുകൊണ്ടാണ് എൻ്റെ മക്കൾ നിബന്ധനകൾ പാലിക്കുമ്പോൾ വിശ്വാസത്തോടെ പാലിച്ചാൽ മാത്രം പോരാ. വിശ്വാസം, യോഹന്നാൻ്റെ വിശ്വാസം നമ്മൾ കണ്ടു, വിശ്വാസം പത്രോസിൻ്റെ വിശ്വാസം കണ്ടു. ബട്ട് വി അഡ്മയർ ദ ഫെയ്ത്ത് ഓഫ് മേരി മഗ്ഡലിൻ. ആരുടെ ഫെയ്ത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്? മേരി മഗ്ഡലിൻ. കർത്താവിൽ നിന്നൊന്നും കിട്ടത്തില്ലെങ്കിലും കർത്താവിനെ പ്രതി എന്ത് ബാധ്യതകളും ജീവിതത്തിൽ ഏറ്റെടുത്തുകൊണ്ട് വചനത്തിന് സാക്ഷിയാകാം. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ദൈവത്തെ സ്നേഹിക്കുന്നത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് വേണ്ടി മാത്രമായിട്ട് സ്നേഹിക്കുമ്പോൾ ആ സ്നേഹം സത്യസന്ധവും ആ സ്നേഹം സാക്ഷ്യവുമായി മാറും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, നിന്നിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാളുപരി നിന്നോടുള്ള സ്നേഹത്താൽ സാക്ഷിയാകുന്ന യഥാർത്ഥ ഉടമ്പടി പൈതലായി എന്നെ രൂപാന്തരപ്പെടുത്തണമേ. ശ്രദ്ധിക്കട്ടെ. കർത്താവായ ദൈവമേ, ഇതേവരെ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുള്ള മക്കള്, ഇതര സംസ്ഥാനങ്ങളിൽ ഉടമ്പടി എടുത്തിട്ടുള്ള മക്കള്, വിദേശത്ത് ഉടമ്പടി എടുത്തിട്ടുള്ള മക്കള്, കർത്താവരുടെ ജീവിത നിയോഗങ്ങള്, അവരുടെ ഉടമ്പടി നിബന്ധനകള് എല്ലാം പ്രാപിച്ച് കർത്താവെ വിശുദ്ധിയോട് ദൈവത്തിന് സാക്ഷ്യം വഹിക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ ദിവ്യ കൃപാനയുടെ അഭിഷേക ശക്തിയാൽ വർഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഇപ്പോഴേ ശ്രദ്ധിക്കുക. അച്ഛൻ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയങ്ങൾ രോഗികളാണ്, പിന്നെ സാമ്പത്തികമായ രോഗത്തിൻ്റെ എല്ലാ മണ്ഡലങ്ങളും. ആരാധനയെ പരിശുദ്ധ അമ്മയാണ് നമുക്ക് വേണ്ടി. കൃപാസനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്നാ സംഭവിക്കുന്നത്? അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് നമ്മൾ എന്തുകൊണ്ടാണ് ആരാധന വെക്കുമ്പോൾ മാതാവിൻ്റെ മധ്യസ്ഥം വഹിക്കാൻ കാര്യം എന്താ? അതിവിടെ പറ്റത്തുള്ളൂ, പുറത്ത് പറ്റത്തില്ല. നിങ്ങൾ ചില ആൾക്കാർ തോന്നും എന്താ ആരാധന വെച്ചിട്ട് എന്തിനാണ് മാതാവിൻ്റെ പാട്ട് പാടണമെന്ന്. കാര്യം അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുമ്പോൾ അമ്മയെപ്പോലെ മധ്യസ്ഥം വഹിക്കാൻ യോഗ്യതയുള്ള ആരും ഭൂമുഖത്തില്ല. ഉണ്ടോ? ഇല്ല. അപ്പം അമ്മയുടെ മധ്യസ്ഥതയിലാണ് കൃപാസനത്തിൽ ആരാധന നടക്കുന്നത്. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അമ്മ നമുക്ക് വേണ്ടി ഈശോനോട് നമ്മോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു ബോധത്തിലാണ് നമ്മൾ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ പ്രാർത്ഥിക്കുന്നത്. ഒന്ന് പ്രാർത്ഥിച്ച്, അമ്മ മാതാവേ, ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും എല്ലാ കണ്ണീരും അമ്മ മാതാവേ, ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കണമേ. ഞങ്ങളുടെ രോഗങ്ങള്, ഞങ്ങളുടെ ഭാരങ്ങള്, ഞങ്ങളുടെ തകർച്ചകള് അമ്മ ഏറ്റെടുത്തുകൊണ്ട് ഈശോയുടെ നാമത്തില് മധ്യസ്ഥം വഹിച്ച് ഞങ്ങൾക്ക് ചിറകുകൾ നൽകണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവായ ദൈവമേ, എല്ലാ നിയോഗങ്ങളുടെ മേലും
കരുണ വർഷിക്കണമേ, അഭിഷേകം ചൊരിയണമേ. ദുരിതങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ, വിഷമതകൾ സമർപ്പിക്കട്ടെ, മാരക രോഗങ്ങൾ സമർപ്പിക്കട്ടെ. യേശുവേ, യേശുവേ, യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ അച്ഛൻ രോഗങ്ങൾക്ക് അതുപോലെ തന്നെ ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾ ഉടമ്പടി വെച്ചിരിക്കുന്ന മുഴുവൻ വിഷയങ്ങൾ പരിശുദ്ധ അമ്മ വഴി അച്ഛൻ ഈശോയ്ക്ക് സമർപ്പിക്കും. അപ്പോൾ എൻ്റെ മക്കൾ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റുന്നവരെ ഭാഷാപരത്തിൽ പ്രാർത്ഥിക്കണം. കരുതോടുകൂടി അടുത്ത മാസം വരുമ്പോൾ നമുക്ക് സാക്ഷ്യം പറയാൻ പല കാര്യങ്ങൾക്കും സാധിക്കും. സ്തുതി ഹല്ലേലൂയ. കർത്താവേ യേശുവേ, ഒന്നും സാധ്യമല്ലാത്തവന് ഈശോ എല്ലാം സാധ്യമാവന്. ഈശോ അന്ധന് കാഴ്ച നൽകിയവന്. ഈശോ ഊമന് സംഭാഷണ ശക്തി നൽകിയവന്. ഈശോ മഹോരോഗിയെ സുഖപ്പെടുത്തിയവന്. ഈശോ മരിച്ചവനെ ഉയർപ്പിച്ചവന്. കർത്താവേ കരുണ തോന്നണമേ കർത്താവേ. ഉദര രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. കരൾ രോഗികളെ സ്പർശിക്കണമേ കർത്താവേ. കിഡ്നി രോഗികളെ സ്പർശിക്കണ കർത്താവേ. തലമുടി കുഴികളെ സ്പർശിക്കണ കർത്താവേ. പിരിച്ച് കറക്റ്റല്ലാതെ സ്പർശിക്കണ കർത്താവേ. മക്കൾ ഇല്ലാത്തവരെ സ്പർശിക്കണമേ കർത്താവ്. കിഡ്നി രോഗിക്കാർ, കാലിൽ നീരുള്ളവര്, അസ്ഥി ദ്രവിക്കുന്നവര്, തൈറോയിഡുകാർ, പിസ്തുലക്കാർ, പിസിയോടിക്കാർ, ഈശോ യേശുവിന്റെ നാമത്തിലെ ശരീരങ്ങള്, യേശു നാമത്തിലെ ശരീരങ്ങള്, ശവകോശങ്ങള് ഉയർത്തുന്നേക്കട്ടെ. കർത്താവേ, മാരക രോഗങ്ങള് സൗഖ്യപ്പെടുത്തുന്ന നന്ദി പറയുന്നു കർത്താവേ. വിട്ടുമാറാത്ത രോഗങ്ങള് അങ്ങേറ്റെടുക്കുന്നതിന് നന്ദി പറയുന്നു. ഇപ്പോൾ വിദൂരങ്ങൾ പ്രാർത്ഥിക്കുന്നവര് എല്ലാവരും പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും. മക്കളെ, അവസാന വെളിപാടായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് പരിശുദ്ധാത്മാവ് നൽകിയ വാക്കാണ് ശവകോശങ്ങളുടെ പുനരുദ്ധാനമെന്ന്. കോശങ്ങളുടെ അപ്പോൾ എനിക്കത് മനസ്സിലായില്ലേ, എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു. ശവകോശങ്ങളെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാവോ? അതായത് ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൽ കുറേ ശവകോശങ്ങളുണ്ടാകും. ഇപ്പം ദ്രവിച്ചു പോയ കുടല് ഇല്ലേ, ശവകോശങ്ങളാണ്. ചുരുങ്ങിപ്പോയ കിഡ്നി ശവകോശങ്ങളാണ്. ക്യാൻസർ മൂലം ഉണ്ടായ മുഴകൾ ശവകോശങ്ങളാണ്. അതുപോലെ നട്ടെല്ലിലെ ശവകോശങ്ങൾ. യേശു ക്രിസ്തു ഉന്നതമായ നാമത്തിൽ ശവകോശങ്ങളെ യേശു നാമത്തിൽ സ്വന്തം ചെയ്യുന്ന അവിടുത്തെ ശക്തി പുറപ്പെടുന്നതിനെ പറയുന്നു. സൗഖ്യത്തിന്റെ ശക്തി, വിടുതലിന്റെ ശക്തി, വിശുദ്ധിയുടെ ശക്തി, മുറിവുണക്കുന്ന ശക്തി. ശവകോശങ്ങളുടെ ഒരുമിച്ച് എല്ലാവരും പെരുമഴ പോ പെയ്യട്ടെ, പെരുമഴ പോ പെയ്യട്ടെ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. ആമേൻ, ആമേൻ, ആമേൻ. യേശുവിൻ രക്തം, യേശുവിൻ രക്തം, യേശുവിൻ തിരുരക്തം. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇനി ദിവസങ്ങളിൽ ഇതുപോലെയുള്ള രോഗങ്ങൾ, ശവകോശങ്ങളുടെ പുനരുത്ഥാനമാണ് ഈ ആരാധനയിൽ സംഭവിച്ച ഏറ്റവും വലിയ അത്ഭുതം. അപ്പോൾ നിങ്ങൾ സ്കാൻ ചെയ്യുമ്പോഴും അതാത് രോഗങ്ങൾ അനുഭവിക്കുന്ന ടെസ്റ്റ് ചെയ്യുമ്പോൾ ഡോക്ടർ രോഗമില്ല എന്ന് പറയും. അപ്പോൾ നിങ്ങൾ അടുത്ത മാസം വന്ന് സാക്ഷ്യത്തിൻ്റെ കൗണ്ടർ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതാണ്. ഇപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന ജോലി ഇല്ലാത്തവരെ, വീടില്ലാത്തവരെ, സ്ഥലം ഇല്ലാത്തവരെ, ബിസിനസ് തകർന്നവർ, വരുമാന മാർഗമില്ലാത്തവരെ, കുടുംബ തകർച്ച വന്നവർ, ഭാര്യ ഭർത്താക്കന്മാർ അകന്ന് താമസിക്കുന്നവർ, മക്കൾ ഇല്ലാത്തവർ, വിവാഹ തടസ്സക്കാർ, വഴിയില്ലാത്തവർ, വെള്ളമില്ലാത്തവർ, സാങ്കേതികമായ ദുരിതങ്ങളുള്ളവർ, വിദേശ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവർ, നൈപുണ്യ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾ, പരീക്ഷ എഴുതിയവർ, റീവാലുവേഷൻ കൊടുത്തവർ, എല്ലാ പരീക്ഷ ഫലങ്ങളുടെ മേൽ കർത്താവിൻ്റെ കരുണ ചൊരിയാൻ വേണ്ടി തൊഴിലിലെ മേലെ കർത്താവ് അങ്ങനെ കൃപ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ. കർത്താവ് തൊഴിൽ മേഖലയിൽ കർത്താവിൻ്റെ ശക്തി ഒഴുകട്ടെ. വീട് ഇല്ലാത്തവരെ, സാമ്പത്തിക ബാധ്യതകളെ, സാമ്പത്തിക കടങ്ങളെ കർത്താവ് സാക്ഷ്യം പറയാൻ സഹായിക്കും.
സഹായിക്കുന്ന വിധത്തിൽ കർത്താവെ സാമ്പത്തിക ബാധ്യതക്കാരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾ ഇല്ലാത്തവർ, തടസ്സമുള്ളവർ, വീടില്ലാത്തവർ, സ്ഥലമില്ലാത്തവർ, വഴിയില്ലാത്തവർ, കർത്താവെ ജോലി തടസ്സമുള്ളവർ, സഞ്ചാര തടസ്സമുള്ളവർ, സാങ്കേതിക ദുരിതങ്ങൾ, വിദ്യാഭ്യാസ തടസ്സങ്ങൾ യേശു നാമത്തിൽ എല്ലാ ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ. അഭിഷേകമേ, അഭിഷേകമേ, കരങ്ങൾ വീശി വിശ്വാസത്തോടെ എല്ലാവരും അഭിഷേകമേ, അഭിഷേകമേ, കാറ്റായി വീശണമേ, ഈ കാറ്റായി വീശണമേ. വലിച്ചിലുള്ള ശരീരഭാഗങ്ങൾ ബാലൻസ് ചെയ്യപ്പെടുന്ന മെസ്സേജാണുള്ളത്. വലിച്ചിലുള്ള ശരീരഭാഗങ്ങൾ, ഇപ്പോൾ ചിലർക്ക് കാലെത്തത്തില്ല, ചിലരുടെ അവയവത്തിന് ഏറ്റക്കുറച്ചിലുണ്ടാവും. ആന്തരിക അവയവങ്ങൾക്ക് പോലും വലിച്ചിലുള്ളവർ, പിടുത്തമുള്ളവർ, ചിലപ്പോൾ ആക്സിഡൻ്റെ ഭാഗമാകാം, ചിലപ്പോൾ ജന്മനയാകാം. അതെല്ലാം പൂർവ്വസ്ഥിതി പ്രാപിക്കേണ്ട. ശ്രുതിയുടെ ഹല്ലേലൂയ. ആന്തരിക കോശങ്ങളാണ്, ആന്തരിക അവയവങ്ങളാണ്. നമ്മൾ പാങ്ക്രിയാസ്, കരൾ, ഇതൊക്കെ ഈശോ നേരിട്ട് കാണിക്കുന്നുണ്ട്. പാങ്ക്രിയാസ്, കരൾ, പിന്നെ നെയ്യുടെ കളറ് എന്നാൽ അല്പം കൂടി നിറം മങ്ങിയ എന്തോ ഒരു അവയവം. ഒരു പക്ഷേ ആ അവയവം പഴുത്തു പോയതാണോ നമുക്കറിയത്തില്ല. പക്ഷേ ഇങ്ങനെ കുമ്പിള് പോലും കക്ക പോലെയൊക്കെ ഇരിക്കും, ഇങ്ങനെ ചുരുണ്ടൊക്കെ ഇരിക്കും. അങ്ങനെ അവയവത്തിനുണ്ടാകുന്ന എല്ലാ തകർച്ചകളെയും ഈശോ ഈ നിമിഷം അത്ഭുതകരമായി പുനരുദ്ധരിച്ചു കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ. ബീജത്തിന് ഓട്ടമില്ലെന്നുള്ളതാണ് ടെക്നിക്കൽ ഡിഫക്ട്സ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതായത് മക്കളില്ലാത്തതിൻ്റെ കാരണം നിൻ്റെ ബീജത്തിന് ഓട്ടമില്ലാത്ത കൊണ്ടാണെന്ന്. അപ്പം അത് ആ വിഷയമാണ്. ആ രീതിയിലുള്ള എല്ലാവരെയും നിങ്ങൾക്ക് ആൾക്കാരെ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ രക്തത്തിൽ പിറന്ന കുഞ്ഞുങ്ങളുമായി കയറി സാക്ഷ്യം പറയാൻ വേണ്ടി മാത്രം ബീജങ്ങൾക്ക് കർത്താവ് ഓട്ടം ശക്തി നൽകിക്കൊണ്ടിരിക്കുന്ന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ നന്ദി കർത്താവേ, സ്തോത്രം ദൈവമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നേർച്ച വസ്തുക്കൾ എടുക്കുക, നേർച്ച വസ്തുക്കൾ എടുക്കുക. സമാപന ആശീർവാദത്തിന് സമയമായി. നേർച്ച വസ്തുക്കൾ എടുക്കുക, സന്തോഷമായിട്ട് എടുക്കുക. നിങ്ങൾക്കറിയാം, ഏറ്റവും വലിയ നേർച്ച വസ്തു കൃപാസനത്തിൻ്റെ പത്രമാണ്. പത്രത്തെക്കുറിച്ച് പറയാനുള്ളത്, പത്രം ഏത് ദിവസവും നിങ്ങൾക്ക് വാങ്ങിക്കാം. 31 ദിവസമുണ്ട്, ഒരു മാസം, ചിലപ്പോൾ 30 ദിവസമുണ്ട്. ഇതിലേത് ദിവസം മേടിച്ചാലും ഞങ്ങളത് കൗണ്ട് ചെയ്യും. ആ മാസത്തെ നിങ്ങളുടെ ഗഡുക്കളായിട്ട്, നിങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് കൗണ്ട് ചെയ്യും. ഏത് ദിവസം വേണമെങ്കിലും നിങ്ങൾക്ക് പത്രം മേടിക്കാം. കാര്യം ചില സമയത്ത് ഇതുപോലെയുള്ള തിരക്ക് ദിവസങ്ങളിൽ ചിലപ്പോൾ പത്രം തികയാണ്ട് വരും. അപ്പം അതുകൊണ്ട് ഈ പ്രാർത്ഥനാ ദിവസം തന്നെ പത്രം മേടിക്കണമെന്ന് പറഞ്ഞാൽ പത്രം രണ്ട് പ്രാവശ്യം 2-3 തവണ തികയാതെ വന്നു. അപ്പം അതുകൊണ്ടാണ് നിയമം മാറ്റിയത്. കാര്യം നമ്മളുടെ ഏറ്റവും വലിയ ആസ്തി എന്താണ്? കർത്താവിൻ്റെ വചനത്തിന് സാക്ഷ്യം വഹിക്കാൻ വേണ്ടി നമ്മൾ വായിച്ചില്ലേ 12-14 വെളിപാടിൻ്റെ പുസ്തകത്തിലെ വചനത്തിൻ്റെ സാക്ഷികളായി നമ്മൾ മാറുകയാണ്. ആ ഒരു ബോധത്തിൽ വേണം എൻ്റെ മക്കളെ പാപം ഉപേക്ഷിക്കാനും പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാനും ഉടമ്പടി സന്തതികളായി മാറാനും. ദൈവാനുഗ്രഹത്താൽ എല്ലാ പത്രവും നമുക്കിപ്പോഴുണ്ട്. കന്നഡ, തമിഴ്, ഹിന്ദി, തെലുങ്ക്, ഇംഗ്ലീഷ്, മലയാളം പത്രത്തിൻ്റെ കൂടെ ബാക്കി 5 പത്രം കൂടിയുണ്ട്. അടുത്ത മാസം മുതൽ മറാഠി പത്രവും കൊങ്കിണി പത്രവും ഉണ്ടാവും അടുത്ത മാസം മുതൽ. ഇതുപോലെ ഇതൊക്കെ ഓരോ പ്രേക്ഷിതരെ അവർക്ക് പരിശുദ്ധ അമ്മ കൊടുക്കണ പ്രത്യേകമായ പ്രേരണ കൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ട് ഇങ്ങോട്ട് പറയണതാണ്. മറാഠി പത്രം ഞങ്ങൾ ചെയ്തോളാവുന്നു ബോംബെയിലുള്ള ആൾക്കാർ പറഞ്ഞിരിക്കുക. അപ്പം അത് പ്രേക്ഷിത പ്രവർത്തനത്തിന് അമ്മ വളരെ ശക്തമായ പ്രാധാന്യം കൊടുക്കുന്നുണ്ടെന്നുള്ളത് നമുക്ക് പത്രം കൊണ്ടുള്ള സൗഖ്യങ്ങൾ നോക്കുമ്പോൾ അറിയാൻ പറ്റും. ഇങ്ങനെയൊക്കെ ലോകത്ത് പോലും നമ്മൾ കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളാണ്. ഞങ്ങളത് ഒഫീഷ്യലായിട്ട് പ്രൊമോട്ട് ചെയ്യണില്ല, സാക്ഷ്യങ്ങൾ കേട്ടത് ഏറ്റു പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതാണ് ഇതിൻ്റെയൊക്കെ ഒരു രീതികൾ. അപ്പം അതുകൊണ്ട് അതാത് സംസ്ഥാനങ്ങളിൽ പോകുന്നവർ അതാത് സംസ്ഥാനങ്ങളിലെ പത്രങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകണമെന്ന്
പ്രത്യേകം ഓർപ്പിക്കുന്നു. വിദേശത്ത് പത്രം ബുക്ക് ചെയ്ത ആൾക്കാർക്ക് കഴിഞ്ഞ മാസത്തെ കുറച്ച് ഗഡുക്കൾ, കുറച്ച് പത്രം ഇവിടെ കഴിഞ്ഞ മാസം പോസ്റ്റിൻ്റെ കുറച്ച് തകരാറുണ്ടായത് കാരണം, ഇലക്ഷനൊക്കെ ആയത് കാരണം അയക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ അവർക്ക് ഞങ്ങൾ പത്രം അയക്കുന്നതായിരിക്കും. പത്രമുള്ളവർ കയ്യിലെടുക്കുക. അപ്പോൾ തിരിച്ചു പോകുമ്പം എല്ലാവരും തന്നെ, പറ്റുന്നവരെല്ലാവരും തന്നെ പത്രം വാങ്ങിക്കുന്ന പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പത്രത്തിൻ്റെ കൂപ്പൺ വാങ്ങിക്കുന്നത്. ഈ ഡേറ്റിലുള്ള കൂപ്പൺ വാങ്ങിക്കുന്നത്. കാര്യം ഡേറ്റ് നോക്കിയിട്ടാണ് പത്രം പുതുക്കണതൊക്കെ എല്ലാം. ഉടമ്പടി പുതുക്കണതെല്ലാം ഇപ്പോൾ പല കാര്യങ്ങളും നടക്കണ എപ്പോഴാണ്? ഉടമ്പടി പുതുക്കി കഴിയുമ്പോഴാണ്. 6 കാര്യങ്ങളല്ലേ വെച്ചിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ 6 പുതുക്കം വേണ്ടതാണ്. ഞാൻ 4 വെച്ചിട്ടുള്ളൂ. അടുത്ത കൊല്ലം ഉടമ്പടി ആകുമ്പോൾ 6 പുതുക്കമാകും മിക്കവാറും. 6 കാര്യമല്ലേ നമ്മൾ വെച്ചിരിക്കണം. 6 കൽഭരണിയല്ലേ, 6 നിയോഗമല്ലേ, 6 നിബന്ധനയല്ലേ. അപ്പോൾ 6 പുതുക്കമാണ് കണക്കിന് വേണ്ടത്. അത്രയൊന്നും ഇവിടെ ഇരിക്കാനുള്ള സ്റ്റാഫൊന്നും ഇല്ലാത്തതാണ് മെയിൻ പ്രശ്നങ്ങൾ. ആർക്കെങ്കിലുമൊക്കെ കർത്താവിൻ്റെ ആലയത്തിൽ സ്റ്റാഫാകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെള്ള പേപ്പറ്, ഫോൺ നമ്പർ, ഇമെയിൽ എഴുതി കൊടുക്കണം. പല ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട് 1 മാസത്തേക്കൊക്കെ. സ്ത്രീകളെ ഞങ്ങൾ പുറത്ത് ആണ് താമസിപ്പിക്കുന്നത്. പുരുഷന്മാർക്ക് ഇവിടെ താമസിക്കാം. ക്രമേക്ഷിത വേല 2 മാസത്തേക്കൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് എഴുതി വെള്ള പേപ്പർ എഴുതി കൊടുക്കാവുന്നതാണ്. അപ്പം ഞങ്ങൾ നിങ്ങളെ വിളിപ്പിക്കും. മാതാവിൻ്റെ ജോലി ചെയ്യാനൊക്കെ മനസ്സിൽ ആരെങ്കിലും തോന്നിക്കുന്നുണ്ട്, മനസ്സിൽ മാതാവിൻ്റെ ജോലി ചെയ്യണമെന്നുള്ള ഒരു സന്തോഷത്തിലാണ് തോന്നേണ്ടത്. അങ്ങനെയുള്ളവർ പിന്നെ ഏതെങ്കിലും രീതി നിങ്ങൾക്കുള്ള കഴിവുകളെ, ഇപ്പം ചില ചേച്ചിമാർ സഹോദരികൾ സ്വന്തമായിട്ട് അവിടെ കൃപാസന അനുഭവം യൂട്യൂബ് ചാനലുണ്ടാക്കി ഇടുന്നുണ്ട്. 2 പേരെ കണ്ട് ഞാൻ അങ്ങനെ യൂട്യൂബിൽ. അവിടെ അവർ കൃപാസനത്തിൽ വന്നതും അവർക്കുണ്ടായ ഫീലിങ്ങും അവർക്കുണ്ടായ ദൈവാനുഭവവും അവർക്കുണ്ടായ വചനബോധ്യവും എങ്ങനെയാണ് വിശ്വാസികളെ വേദസാക്ഷിയാക്കി. കാരണം ഇപ്പോൾ ഈ രീതി നോക്കുകയാണെങ്കിൽ സമ്പൂർണ്ണ ദൈവ മനസ്സാണ് ഉടമ്പടിയിലൂടെ നമ്മൾ പെട്ടെന്നാണ് ഒരു വിശ്വാസ വേദസാക്ഷിയായി മാറണത്. അപ്പോൾ ദൈവത്തിന് സ്വന്തമായി മാറുകയാണ് ഉടമ്പടിയിലൂടെ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ മക്കൾ ഇനി ഉടമ്പടി അല്പം തെറ്റിപ്പോയെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ പേടിക്കൊന്നും ചെയ്യരുത്. ഉടനെ പോയി കുമ്പസാരിക്കൊന്നും ചെയ്യരുത്. നിങ്ങൾ മനസ്താപരണം ചൊല്ലി റീസ്റ്റാർട്ട് ചെയ്യുക. കാരണം നിങ്ങളുടെ അവസ്ഥ ദൈവത്തിന് അറിയാമല്ലോ. സത്യസന്ധമാണെങ്കിലേ അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു ചേട്ടൻ സാക്ഷ്യം പറഞ്ഞില്ലേ, ഞാനത് റീസ്റ്റാർട്ട് ചെയ്തു, എനിക്ക് എൻ്റെ പ്രാർത്ഥന ഞാനിവിടെ ഇല്ലായിരുന്നു. കാര്യം കുരിശെ കൊണ്ടെന്ന് വെച്ചപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു ഉടമ്പടി മുടങ്ങിയെന്ന് പറഞ്ഞ്. അതാണ് ഞാൻ ഉടനെ ആ സാക്ഷ്യം നിങ്ങൾ കേട്ടില്ലേ. അവരെ സഹായിക്കാൻ വേണ്ടിയാണ് ഞാൻ കുരിശെ കൊണ്ടെന്ന് വെച്ചത് അവരെ. അപ്പോൾ കൈ തൊട്ടപ്പോൾ തന്നെ പറഞ്ഞ് ഉടമ്പടി മുടങ്ങി. അപ്പോൾ ഞാൻ ഉടനെ അവരോട് പറഞ്ഞ് ഉടമ്പടി മുടക്കരുതെന്ന് അമ്മ പറയേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്ത് ചെയ്ത് അത് പോയി മുടങ്ങിയത് രണ്ടാമത് കൂടി. അപ്പോൾ അവിടെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ നിസ്സാരമൊന്നും അല്ല ഒരു കാര്യവും. എന്തെങ്കിലും കൃപാസനത്തിൽ നിന്ന് മക്കൾ പറയുന്നുണ്ടെങ്കിൽ അതിനെല്ലാം കർത്താവിൻ്റെ കൺകറൻസ് ഉണ്ടെന്ന് ഓർക്കണം. പക്ഷെ അത് നിങ്ങൾ കുറ്റബോധമായിട്ട് കണക്കേണ്ട ഒരു കാര്യമില്ല. മനസ്സിലായ? ഒരു കർത്താവിനോട് ഒരവസ്ഥയിൽ പെട്ടെന്ന് അവരിപ്പോൾ 2 മാസം ഇവിടെ ഇല്ലായിരുന്നല്ലോ, അമ്മയെ നോക്കാൻ വേണ്ടി പോയ കാര്യമല്ലേ അവർക്ക്. അപ്പോൾ അതുപോലെയൊക്കെ ഓരോരുത്തർക്കും ഓരോ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ ഇൻ കേസ് വീണ് പോയാൽ എൻ്റെ മക്കൾ പേടിക്കരുത്. നിങ്ങളത് സോറി പറഞ്ഞ് മനസ്സാപ്രകടനം ചൊല്ലി ഏറ്റവും നല്ല പ്രാർത്ഥന എന്താ? ദൈവത്തോട് സോറി പറയാൻ ഏറ്റവും നല്ല പ്രാർത്ഥന എന്താ? ഞാനതാണ് ചെല്ലണത്. ഞാൻ ആരും പറഞ്ഞു തന്നതല്ല. ഏതോ ഒരു കാലത്ത് പരിശുദ്ധാത്മാവിൻ്റെ മനസ്സിൽ തോന്നിയാണ് മനസ്സാപ്രകടനമാണ് സൂപ്പർ പ്രാർത്ഥനയെന്ന്. എൻ്റെ ദൈവമേ എന്ന് വിളിക്കുമ്പോൾ തന്നെ കണ്ണു നിറയും. ഏറ്റവും നല്ലവനും എല്ലാത്തിനുപരി സ്നേഹിക്കപ്പെടാൻ യോഗ്യനുമായ അങ്ങേക്കെതിരായി പാപം ചെയ്തു. അപ്പോൾ അതൊക്കെ ഇരുന്ന് സുഹൃത്ത് ജപം പോലെ ഇടയ്ക്ക് മനസ്സിലൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കണം. ഒറ്റയ്ക്ക് ആ മനസ്സാപ്രകടനം മൊത്തം ചെല്ലില്ലെങ്കിലും ആദ്യത്തെ 3 വരിയൊന്നും 3 പ്രാവശ്യം ചെല്ലണം നല്ലതാണ്. മനസ്സാപ്രകടനം മൊത്തം ചെല്ലില്ലെങ്കിലുമേ ആദ്യത്തെ 3 വരി ഒരു 3 പ്രാവശ്യം ഒറ്റയ്ക്കിരുന്ന് ചെല്ലണത് നല്ലതാണ്. അപ്പോൾ നമ്മൾ ദൈവവുമായിട്ടൊരു ആത്മബന്ധം ആയി മാറും. ദൈവമായിട്ടൊരു സ്നേഹബന്ധത്തിലായിക്കഴിഞ്ഞാൽ എൻ്റെ മക്കളെ ഭയങ്കര ധൈര്യമാണ് നമുക്ക് വരണത്. കർത്താവ് നമ്മുടെ കൂടെ ഉണ്ടാകും, കർത്താവ് നോക്കിക്കൊള്ളാമെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്തിനാ നമുക്ക് പേടി? അപ്പം അതുകൊണ്ട് എൻ്റെ മക്കൾ നേർച്ച പുസ്തകം എടുക്കുക, അച്ഛനോട് ചെയ്യാതെ. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറെ ഒരു കാര്യം, ഇന്ന് തന്നെ ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് കൈപൊക്കിക്കേ. യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇത്രയൊന്നും അല്ലല്ലോ, ഒന്ന് കൈപൊക്കിക്കുക നല്ലവണ്ണം. എൻ്റെ മക്കൾ ഇന്ന് തന്നെ അത് ചെയ്യണം. വീട്ടിൽ പോയിട്ട് അറിയാൻ പാടില്ലെങ്കിൽ നിങ്ങളുടെ മക്കളോട് അയൽവാസിയോട് ചോദിച്ചിട്ട് യൂട്യൂബ് അത് നിങ്ങൾ ആദ്യം ഇമെയിൽ പോലും ഉണ്ടാകത്തില്ല. ചില ആൾക്കാർക്ക് യൂട്യൂബിൻ്റെ അഡ്രസ്സ് ഉണ്ടാകത്തില്ല. ചോദിച്ചാൽ മതി. അപ്പോൾ അവർ മെയിൽ അഡ്രസ്സ് എടുത്ത് തരും. മെയിൽ അഡ്രസ്സ് വഴി യൂട്യൂബ് രജിസ്റ്റർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റും. എന്താ പ്രശ്നം എന്നറിയാമോ? ഒത്തിരി പേരാണ് യൂട്യൂബ് ഇപ്പോൾ നിങ്ങൾ സാക്ഷ്യം കേട്ടില്ലേ? ഇന്ന് മാത്രമല്ല,
ഇന്നലെ ഒക്കെ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഉള്ള സാക്ഷ്യങ്ങളിൽ യൂട്യൂബ് കല്ലുമട ഇരുന്നുകൊണ്ട് യൂട്യൂബിൽ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെ കൈ നേരെയായി. ഒരു വല്യമ്മച്ചി, അതും ഒരു പെരുമ്പാവൂരുകാരത്തിയാണ്, ഹൈന്ദവ സഹോദരിയാണ്. അവർ കല്ലുമടയിലാണ് അവരുടെ ജോലി. കല്ലുമട ഇരുന്നുകൊണ്ടാണ് അവർ സ്ട്രെച്ചറിലാണ് പോണത്. കാര്യം ആ പണി വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്ത കാരണം അവിടെ ഓഫീസ് വർക്കിന് പോണതാണ്. ആ സമയത്ത് അത് തിരിച്ചു പോരുമ്പോൾ സ്ട്രെച്ചറില്ലാതെയാണ് പോരണത്. അത്രയും പവറാണ്. ഇത് പറഞ്ഞാൽ നിങ്ങൾ കണ്ട് ആ യൂട്യൂബ് കേട്ട് നോക്ക്, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് യൂട്യൂബിൽ നിങ്ങൾ ധ്യാനം കൂടുമ്പോൾ കൃപാസനത്തിൽ ധ്യാനം കൂടുന്ന പോലെയുള്ള ഒരു ഫീലാണ് പലർക്കും കിട്ടണത്. അതുകൊണ്ട് ഒരു ധ്യാനത്തിന് മാത്രമേ മക്കൾ ഇവിടെ വന്നാൽ മതി. ബാക്കി 5 ധ്യാനം എവിടെയാണ് കൂടേണ്ടത്? ഒന്നെങ്കിൽ TV, ഷാരോൺ TV-യിൽ. എപ്പോഴാണത്? എല്ലാ തിങ്കളാഴ്ചയും 1:30 മണിക്ക്, വെള്ളിയാഴ്ച രാവിലെ 8:30 മണിക്ക്. പിന്നെ രാജ് TV ഫ്രീ ചാനലാണ്, പേ ചാനലല്ല. രാജ് TV വെച്ച് കഴിഞ്ഞാൽ മലയാളം ന്യൂസ്, ആ ചാനലിലാണ് ഉടമ്പടി ധ്യാനമുള്ളത്. എല്ലാ ശനിയാഴ്ചയും രാവിലെ 7 മണിക്ക്. അപ്പോൾ രാജ് TV എന്ന് പറഞ്ഞാൽ അവിടെ നമ്പരേ കാണിക്കത്തുള്ളൂ. ആ നമ്പർ മൊബൈലിൽ കുത്തുമ്പോൾ TV ഓപ്പൺ ആയിക്കോളും. അപ്പോഴേ പിന്നെ മരിയൻ TV-യുടെ കോഡ് അത് അമേരിക്കയിലുള്ളവർക്ക്, നമുക്കുള്ളതിനേക്കാൾ ഉപരി അമേരിക്ക മലയാളിക്കാണ് മരിയൻ TV ഉള്ളത്. മരിയൻ TV-യിൽ ഉടമ്പടി ധ്യാനം ഉള്ളത് പത്രത്തിലുണ്ട്, അതിൻ്റെ ബാക്കിലുണ്ട്, എഴുതിയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിലുള്ളത് എന്താണ്? യൂട്യൂബാണുള്ളത്. യൂട്യൂബ് ഇല്ലെന്നുണ്ടെങ്കിൽ മാത്രമേ ഫേസ്ബുക്ക് എടുക്കാവൂ. കാര്യം യൂട്യൂബ് ആകുമ്പോൾ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അല്പമൊക്കെ ഇങ്ങനെ നെറ്റ് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലും പാച്ചപ്പ് ചെയ്തു പോകും. ഫേസ്ബുക്കിൽ നെറ്റ് കംപ്ലയിൻറ്റ് വന്നാൽ ശരിക്കും ബ്രേക്ക് ആവും. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യണത്. ഫേസ്ബുക്ക് എന്ന് പറയുമ്പോൾ പലർക്കും ഫേസ്ബുക്കാണ് ഉള്ളത്, പലർക്കും യൂട്യൂബ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഫേസ്ബുക്ക് ഉള്ളവർ യൂട്യൂബ് ഇല്ല എന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് എടുക്കുക. പക്ഷേ ഇത് കൃപാസനം മാധ്യമ ധ്യാനം മാതാവ് അനുഗ്രഹിച്ചതാണ്. അതുകൊണ്ടാണ് പല മനുഷ്യർക്കും ഇതുവഴി ഇപ്പം നമ്മൾ ഉടമ്പടി ചെയ്യുമ്പോൾ 6 ധ്യാനം കൂടാനുള്ളതാണ്. നിങ്ങൾക്ക് ഇവിടെ വരേണ്ട കാര്യമില്ല. ഇവിടെ ഒരു മാസം ഒരു പ്രാവശ്യം വന്നാൽ മതി. ബാക്കിയുള്ള ധ്യാനങ്ങളെല്ലാം വീട്ടിൽ ഇരുന്ന ഓഫീസിൽ നിന്ന് സമയത്താണ് ധ്യാനമെങ്കിൽ ഓഫീസിൽ നിന്ന് വീട്ടിലോട്ട് പോകത്തില്ലേ? അപ്പോൾ ബസ്സിൽ കയറിയിരിക്കുമ്പോൾ കൂടിയാൽ മതി. ബസ്സിൽ ഇയർഫോണും വെച്ചുകൊണ്ട് കൂടുന്ന എത്രയോ പേരാണ് ഉള്ളത്. വീട്ടിലോട്ട് വരുന്ന വഴിക്ക് അരമണിക്കൂർ ഉണ്ടെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ കൊണ്ട് നമുക്ക് വീട്ടിലെത്തുന്നതിനുള്ളിൽ ധ്യാനം കൂടി കഴിയാൻ പറ്റും. പ്രാർത്ഥിച്ച് കൂടണമെന്ന് മാത്രമേ ഉള്ളൂ ആ സമയത്ത്. അത് മാക്സിമം ഉപയോഗിക്കണം. കാരണം ഇത് ഷെയർ ചെയ്യും. ഇപ്പോൾ ഇത് കുറേ ആൾക്കാർ പറഞ്ഞില്ലേ, എനിക്ക് വിഷമം വന്നപ്പോൾ പഴയ ധ്യാനവും പുതിയ ധ്യാനവും എല്ലാം ഞാൻ 2ാമത് കെട്ട് കണ്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോഴീ ധ്യാനം കൂടുമ്പോൾ അനുസരിച്ച് കർത്താവിൻ്റെ വചനം കേട്ട് കർത്താവിൻ്റെ പ്രവർത്തനം കാണുമ്പോൾ പവറാകും. അപ്പോൾ ദൈവത്തിൻ്റെ കൃപയിലാകും. അതാണ് അവരൊക്കെ സാക്ഷ്യം പറയണത്. അപ്പം അത് നല്ല ഒരു കാര്യമാണ്. പിന്നെ നിങ്ങൾ ഷെയർ ചെയ്യണം ഇത്. എന്നുവെച്ചാൽ അതായത് നിങ്ങൾ വഴി ഒരു 50 പേരെങ്കിലും കർത്താവിനെ ഒരു ദിവസം അറിയണം. ഞങ്ങൾ 2 സാക്ഷ്യം വെച്ച് യൂട്യൂബ് ഇടുന്നുണ്ട്. നിങ്ങൾ കണ്ട അപ്പത്തിനെ കണ്ടിച്ച് അപ്പത്തിനെ നിങ്ങൾ ഷെയർ ചെയ്യണം. നിങ്ങളുടെ കൂട്ടുകാർക്ക് എല്ലാം കിട്ടണം. പത്രം കൊണ്ടുവന്ന് നടന്ന് എന്ത് പാടാണ്. എന്നിട്ട് അത് നിങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനൊക്കെ എളുപ്പമാണ് ഇത്, അല്ലേ? ഒന്ന് നെക്കിയാൽ അപ്പോൾ തന്നെ 1000 വീട്ടുകാർക്ക് നിങ്ങൾ ഷെയർ ചെയ്യും. പക്ഷേ അതൊക്കെ ചെയ്യുമ്പോൾ അച്ഛൻ പറഞ്ഞെന്ന് പറഞ്ഞ് ചെയ്യരുത്. കർത്താവിനോടുള്ള സ്നേഹം കൊണ്ട് ചെയ്യണം. കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, നിന്നെ എല്ലാവരും അറിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് ഇത് ഷെയർ ചെയ്യണമല്ലേ, ഇത് കാണുന്നവർ വിശുദ്ധിയോടെ ജീവിക്കാൻ സഹായിക്കണമേ. കാണുന്നവർ വിശുദ്ധിയോടെ ജീവിക്കാൻ ആ ആത്മാവിനെ നിനക്ക് കിട്ടാൻ ഇടയാക്കണമേ. നീ അവർക്ക് വേണ്ടി കൂടി ക്രൂശിക്കപ്പെട്ടതാണെന്ന് ഓർക്കണമേ. അങ്ങനെയൊക്കെ പറഞ്ഞ് കർത്താവുമായിട്ട് നിൻ്റെ ഭർത്താവിനൊക്കെ കേട്ടാൽ നീ ദൈവത്തിൻ്റെ ആരോ ആണെന്ന് ദൈവത്തിന് തോന്നണം. ദൈവത്തിൻ്റെ ആരോ ആണെന്ന് ദൈവത്തിന് തോന്നണം. പ്രൈസ് ദി ലോർഡ്. മെയ് മാസത്തെ വണക്കം ആരംഭിച്ചിരിക്കുകയാണ്. അനേകം മക്കൾ വണക്കം എഴുതി കൊടുത്ത് അവരുടെ ജീവിത ആവശ്യങ്ങൾ എഴുതി കൊടുത്തുകൊണ്ട് വണക്കം ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് വണക്കം ഏറ്റെടുത്ത് നടത്താവുന്നതാണ്.